ശ്രീ എ കെ ആന്റണി തൽക്കാലം രാഷ്ട്രീയത്തിൽ നിന്നൊരു വിരമിച്ച രീതിയിലാണ്. അദ്ദേഹം അങ്ങനെ തന്നെ പറയാറുണ്ട്, ഞാൻ വിരമിച്ച ആളാണല്ലോ എന്ന്. താങ്കളുടെ ഒരു BJP പ്രവേശനം അതിന് കാരണമായിട്ടുണ്ടോ? അതുവരെ അദ്ദേഹം ആക്റ്റീവായിരുന്നു. ഇല്ല, അദ്ദേഹം വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ രീതിയിൽ സഞ്ചരിച്ചൊരു വ്യക്തിയാണ്. ഇപ്പം 2022 തന്നെ എനിക്ക് തോന്നുന്നു പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, ഇനി ഞാൻ അത്രയ്ക്ക് സജീവമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല, എന്നോട് സംസാരിച്ചിട്ടുമില്ല ഇതുവരെ. അതിന് മുമ്പും സംസാരിച്ചിട്ടില്ല, BJP വന്നതിന് ശേഷവും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതനുസരിച്ച് അദ്ദേഹം എന്തെങ്കിലും തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം വളരെ ഇൻഡിപെൻഡൻ്റ്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളിലൊന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് മറ്റ് ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്യുന്നതനുസരിച്ച് അദ്ദേഹം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അല്ല, അദ്ദേഹത്തിന്റെ മനസ്സ് വിഷമിച്ചെന്നോ അദ്ദേഹത്തിന് പലരോടും ഇതിനെക്കുറിച്ച് ഉത്തരം പറയേണ്ടി വരുന്നല്ലോ എന്നുള്ള കൺസേൺ താങ്കൾക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല അല്ലേ? ഇല്ല, അദ്ദേഹത്തിൻ്റെ രീതിയിൽ ജീവിക്കുന്ന പോലെ തന്നെ ഞാൻ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഞാനൊരു വ്യക്തിത്വമാണ്. അതുപോലെ ഇന്ന് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞ പ്രസ്ഥാനം ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നല്ലൊരു രീതിയിലല്ല പോകുന്നത്. അത് ഞാൻ മാത്രമല്ല, ഒരുപാട് പേർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ന് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയും കേന്ദ്ര സർക്കാരും ഇന്ത്യയും നല്ല രീതിയിൽ തന്നെ പോകുന്നുമുണ്ട്. മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ശ്രീ എ കെ ആന്റണി താങ്കളുടെ ലൈഫ് സുഗമമാക്കിയെന്ന്. കാരണം താങ്കൾ പോകുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുന്നത് BJPയിലേക്ക്. അദ്ദേഹത്തിന് ഇതിലൊരു പങ്കുമില്ല. അദ്ദേഹത്തിനോട് ഞാൻ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചും അധികം ഒരുപാട് നാളായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഈ പാർട്ടിയിൽ വന്നു കഴിഞ്ഞിട്ട് രാഷ്ട്രീയം സംസാരിക്കാറില്ല. ഇപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോഴും നമ്മുടെ ഒരു കോൺവെർസേഷനിലും രാഷ്ട്രീയം ഇല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, എനിക്ക് എൻ്റെ രാഷ്ട്രീയം. ഇപ്പോൾ ഒരേ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് കേരളത്തിൽ വരുമ്പോൾ? ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. അല്ല, ഇവിടെ കേരളത്തിൽ വരുമ്പോൾ എല്ലായിടത്തും പോകാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ഫിക്സഡ് റെസിഡൻസ് ഇല്ല എനിക്ക്. കുടുംബമായിട്ട് നല്ല ബന്ധം തന്നെയാണ് കേരളത്തിൽ തിരുവനന്തപുരത്ത് വരുമ്പോൾ അല്ലേ? എല്ലാവരുമായിട്ടും പേഴ്സണലി നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു അല്ലേ, കുടുംബമാണ്. പക്ഷേ രാഷ്ട്രീയമാണ്, അല്ല, രണ്ടും രണ്ടാണ്. കേരളത്തിൽ ഇത്തവണ ഭരണം UDF നഷ്ടമാവുകയാണെങ്കിൽ അത് കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ മറ്റു പാർട്ടികളിലേക്ക് പോകുമെന്ന്, അത് വലിയ നേതാക്കളുടെ പേരുകൾ പോലും അതിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. താങ്കൾക്കും അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ എ കെ ആന്റണി പോലും ഒരു പക്ഷേ BJP ആയേക്കാം. എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റ് കോൺഗ്രസ്സുകാരെ കുറിച്ച് എനിക്കൊന്നും പറയാൻ പറ്റില്ല.